നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യം. മന്ത്രിയുടെ വീട്ടിലേക്ക് ബി.ജെ.പി. മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ UDF നടത്തിയ മാർച്ചിൽ സംഘർഷം. PPP പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു മാർച്ച്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം. പത്തനാപുരത്തെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും മാർച്ച്. മാർച്ചിൽ സംഘർഷം. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക്. കൊല്ലത്ത് മന്ത്രിയുടെ കോലം കത്തിച്ചു. ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 12 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ഒരു അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സംസ്ഥാന സെക്രട്ടറി മാരിയത്ത് ബീവിക്ക് പരിക്കേറ്റു. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്കാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഫാത്തിമ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് നിർത്തി തടഞ്ഞു. തുടർന്ന് നടത്തിയ മാർച്ച് KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രക്ഷോഭണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളതിന്റെ ഇടയായ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പത്തനാപുരത്തിന്റെ MLA, നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെതിരായി പരാതി ഉന്നയിച്ചിരിക്കുന്നു. പരാതി ഒന്നും പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യമാണ്. അവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ വാളകത്തുള്ള ഗണേഷ് കുമാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്നാണ് ഭാര്യ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇന്നിപ്പോ ഞാനിങ്ങോട്ട് വന്നപ്പോ അവസാനമായി കേട്ടത്, ഈ കുട്ടികൾ കളിക്കുമ്പോ അമ്പാലിടുന്നത് പോലെ അവർ തമ്മിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഗണേഷ് കുമാർ ഭാര്യയെ കിട്ടാഞ്ഞ് ഭാര്യയുടെ സഹോദരിയെ വിളിച്ച് ക്ഷമ പറഞ്ഞു. ഭാര്യ ഇപ്പൊ പറയുന്നു, എനിക്ക് യാതൊരു പരാതിയുമില്ല, ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇതെന്തൊരു നാടാണ്? ഇവിടെ ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് പരാതിയുണ്ടോ, ഗണേഷ് കുമാറിന് പരാതിയുണ്ടോ, അവര് തമ്മിൽ പൊരുത്തപ്പെട്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഗണേഷ് കുമാർ ഒരു മന്ത്രിയാണ്. മന്ത്രി എന്ന് വെച്ചാൽ ഒരു ഭരണാധികാരിയാണ്. ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ അംഗമായ ഒരാളെ കുറിച്ചാണ് അയാളുടെ ഭാര്യ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പരാതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞതല്ല, അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്ന ഗണേഷ് കുമാറിന്റെ പാർട്ടി എന്താണെന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റയാൾ പട്ടാളമാണ്. പോലീസ് ബാരിക്കേഡ് ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാരിയത്ത് ബീവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു വഹീദ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബ സുദർശൻ എന്നിവർക്ക് പരിക്കേറ്റതായി മഹിളാ കോൺഗ്രസ് ആരോപിച്ചു. പരിക്കേറ്റ മാരിയത്ത് ബീവിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുനിത സലിംകുമാർ, പ്രഭ, ജലജ, സുവർണ, ഷീജ, ആശ, ശശികല, ശോഭ പ്രശാന്ത്, മഞ്ജു, സബീന, ഹക്കീമ, നസീഹ, റഹ്മത്ത്, സിന്ധുഗോപൻ, ഇന്ദിര, ആതിര, ജയശ്രീ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ UDF നടത്തിയ മാർച്ചിൽ സംഘർഷം. മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂടെയിൻമെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. നീണ്ടകര കേരള മാരിടൈം ബോർഡിന്റെ മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂടെയിൻമെന്റ് മേഖലയിലെ ആദ്യ
PPP പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലേക്കാണ് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാരിടൈം ബോർഡിന്റെ സ്വകാര്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു UDFന്റെ മാർച്ച്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൂടുതൽ UDF പ്രവർത്തകർ രംഗത്ത് വന്നതോടെ ശക്തമായ സംഘർഷാവസ്ഥ ഉടലെടുത്തു. പിന്നീട് നേതാക്കൾ രംഗത്തെത്തിയാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. RYF നേതാവ് S. ലാലു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വളരെ തുച്ഛമായ ഫീസിൽ ഇവിടെ നിന്ന് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട അത്യന്താധുനികമായ പുതിയ ടെക്നോളജി പഠിക്കുവാൻ, ഇവിടെ താമസിച്ചു പഠിക്കുവാൻ വേണ്ട കാഴ്ചപ്പാടോടുകൂടി ഷിബു ബേബി ജോൺ കൊണ്ടുവന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ 10 വർഷക്കാലമായി പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്നത് പോട്ടെ, അടുത്ത UDF ഗവൺമെന്റ് വരുമ്പോൾ ഇത് തുറക്കും. പക്ഷേ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇന്ന് ഈ സ്ഥാപനം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വിൽക്കാൻ പോകുന്നു. ഇപ്പോൾ CPM കേരളത്തിൽ ആകമാനം ചെയ്യുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്ത് പരിപാടി ഉണ്ടായാലും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊട്ടേഷൻ കൊടുക്കും. UDFന്റെ വിവിധ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് കോൺഗ്രസിന്റെയും RSPയുടെയും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് BJP മാർച്ച്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി. മന്ത്രി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് അക്രമാസക്തമായി. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഗണേഷ് കുമാറിന്റെ ഭാര്യ ഉന്നയിച്ച ആരോപണത്തിലും NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ വിഷയത്തിലും ആരോപണ വിധേയനായ മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ വഴി നടത്തില്ല. പത്തനാപുരത്തെ മണ്ണിലൂടെ നടക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവുമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരുപാട് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ആ സ്ത്രീകളുടെ കണ്ണീരിന് ഒരാളല്ല, യാമിനി തങ്കച്ചി അടക്കമുള്ള ഈ ഭാര്യമാര് അവരൊഴിക്കുന്ന കണ്ണീരിന് താൻ നാളെ മാപ്പ് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJP പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി AR അരുൺ, നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാരി, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം വിളക്കൂടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാപ്പ ചുമത്തി നാടുകടത്തിയ യുവാവ് വധശ്രമ കേസിൽ അറസ്റ്റിൽ. ഒറ്റൂർ വെട്ടിമൺകോണം സ്വദേശി അഭിജിത്താണ് അറസ്റ്റിലായത്. കല്ലമ്പലം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വീണ്ടും പിടിയിലായത്. കാപ്പ നിയമപ്രകാരം പോലീസ് നാടുകടത്തിയ അഭിജിത്താണ് വധശ്രമ കേസിൽ അറസ്റ്റിലായത്.
കഴിഞ്ഞ ജൂലൈ 16-ന് തിരുവനന്തപുരം ജില്ലയിൽ 8 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഇയാളെ നാടുകടത്തിയിരുന്നു. എന്നാൽ വിലക്ക് ലംഘിച്ച് തിരിച്ചു വന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലമ്പലം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വീണ്ടും പിടിയിലാകുന്നത്. കല്ലമ്പലം, കടയ്ക്കാവൂർ, വർക്കല പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ 8ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കല്ലമ്പലം SHO ഒ ഗോപകുമാർ, SI സുനിൽകുമാർ, ASI ഇർഷാദ്, SPCOമാരായ അസീം, അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാപ്പ ലംഘനത്തിനും വധശ്രമത്തിനും കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീടിന്റെ സ്റ്റെയറിന്റെ ഗേറ്റ് മോഷ്ടിച്ച യുവാവ് കൊട്ടിയം പോലീസിന്റെ പിടിയിൽ. പുന്തലത്താഴം സ്വദേശി സാമ്പാർ എന്ന് വിളിക്കുന്ന അൻസാറാണ് അറസ്റ്റിലായത്. ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 5-നാണ് സംഭവം നടന്നത്. ഡീസന്റ് മുക്ക് ചെന്താപ്പൂര് കൈലാസത്തിൽ കിരൺകുമാറിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗേറ്റാണ് മോഷണം പോയത്. സംഭവത്തിൽ പുന്തലത്താഴം അമരവിള വീട്ടിൽ സാമ്പാർ എന്ന് വിളിക്കുന്ന അൻസാർ കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. സ്ഥിരം പ്രശ്നക്കാരനായ ഇയാളുടെ പേരിൽ കിളികല്ലൂർ സ്റ്റേഷനിലും മോഷണക്കേസ് നിലവിലുണ്ട്. ഗേറ്റ് മോഷണം പോയ വിവരം കൊട്ടിയം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അൻസാറിനെ പിടികൂടിയത്. കൊട്ടിയം SHO അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, സൗരവ്, CPO അരുൺ തുടങ്ങിയവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേവസ്വം ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 20 കോടി രൂപ അനുവദിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിപുലീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന്റെ സ്ഥാപക ദിനാചരണവും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യ വിപുലീകരണത്തിന് 20 കോടി രൂപ പ്രത്യേക ഫണ്ടായി അനുവദിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. KSMDB കോളേജ് സ്ഥാപന ദിനാചരണം, പ്രതിഭാ സംഗമം എന്നിവയുടെ ഉദ്ഘാടനവും എൻഡോമെന്റുകളുടെ വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടപടിക്രമങ്ങളിലൂടെ എത്തേണ്ട പണം എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിൽ അവിടുത്തെ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ 3 മാസം ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സ്കൂളിലും കോളേജിലും പ്രയോറിറ്റി ഇല്ല. ശബരിമല സീസൺ ഞങ്ങൾ ശബരിമലയാണ് പ്രയോറിറ്റി. കാരണം നവംബർ മാസം ആകുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സംവിധാനമാണ് ഞങ്ങൾക്ക് വിഷയം. അവിടെ സ്കൂളിലെയും കോളേജുകളുടെയും കാര്യം പരിഗണിക്കാൻ പ്രത്യേകമായ ഒരു ജാഗ്രതാ സംവിധാനം ഉണ്ടാവുകയും നിങ്ങൾക്ക് ഈ കോളേജിന്റെ പരാധീനതകൾ പരിഹരിക്കുന്നതിന് വേണ്ട പണം ലഭ്യമാക്കിയ മാത്രം പോരാ. രവിപ്പിള്ള ഏർപ്പെടുത്തിയ ജൂബിലി PTA എൻഡോമെന്റ് ദേവസ്വം ബോർഡ് അംഗം K രാജു വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഹിസ്റ്ററി വിഭാഗം പ്രൊഫസറായ NC നാട്ടുകാരനായ NC സാറിനെ ഇവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പലായി നിയോഗിച്ചുകൊണ്ട് കേരളത്തിലെ എണ്ണം പറഞ്ഞ കോളേജുകളിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ നോക്കിക്കണ്ടുകൊണ്ട് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ നിലയിൽ പടുത്തുയർന്നു തുടങ്ങിയതാണ് ഈ കോളേജ്. സംഘാടക സമിതി കൺവീനർ SR രാജേഷ് പരിപാടി വിശദീകരിച്ചു. AG അമൃതകുമാരി, P ചന്ദ്രഹാസൻ, KV രാമാനുജൻ തമ്പി, AV ആത്മൻ, ആശാ രാധാകൃഷ്ണൻ, AP മീര, G രാഗി, ബിനു ശ്രീജൻ, R ശ്രീജ, S സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി തുടങ്ങി. ഓങ്കോളജി, റുമറ്റോളജി, ന്യൂറോളജി, യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ചികിത്സ ഇനി മുതൽ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ അറിയിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി തുടങ്ങി. ഓങ്കോളജി, റുമറ്റോളജി, യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ചികിത്സ ഇനി മുതൽ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് D നാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികളെത്തുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനായി നഗരസഭാ കൗൺസിൽ പ്രമേയം പാസാക്കി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സ്പെഷ്യലിസ്റ്റ് തസ്തികകൾ അനുവദിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിലെ പാവപ്പെട്ട ഒരുപാട് രോഗികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. നമ്മുടെ സംസ്ഥാന സർക്കാർ താലൂക്ക് ആശുപത്രികളുടെ ഒരു നിലവാരം ഉയർത്തുന്ന ഒരു പ്രോസസ് പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മളെടുത്തത് പുനലൂർ താലൂക്ക് ആശുപത്രിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം.
പുനലൂരിന് തന്നെ ഒരു അഭിമാനമാണ് ഈ ആശുപത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി മാർഗരേഖയിൽ ഈ പുനലൂർ താലൂക്ക് ആശുപത്രി പോലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും മറ്റ് ആശുപത്രികളും മാറുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് രേഖപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ വലിയ തോതിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് താലൂക്ക് ആശുപത്രിയുടെ പരിമിതികൾ കൊണ്ട് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം പൊതുവെ ഞങ്ങൾ അംഗീകരിക്കാം. അതിൻ്റെ കാരണം ഒരു താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫ് സ്ട്രെങ്താണ് പൊതുവെ നമുക്കുള്ളത്. എന്നാൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷ കൂടി നിലനിർത്താൻ വേണ്ടി വലിയ നിലയിലുള്ള ഒരു ഇടപെടലാണ് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടത്തി വരുന്നത്. മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ ഡോക്ടർ അഖിലിന്റെ സേവനം ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും, റൊമറ്റോളജി വിഭാഗത്തിൽ ഡോക്ടർ രേഷ്മ രവീന്ദ്രന്റെ സേവനം ചൊവ്വ വെള്ളി ദിവസങ്ങളിലും, ന്യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർ അജിത് ഡേവിഡ് തമ്പിയുടെ സേവനം തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും, യൂറോളജി വിഭാഗം ഡോക്ടർ സുനിൽകുമാറിന്റെ സേവനം ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിലും ലഭ്യമാകും. താലൂക്ക് ആസ്പത്രി പുനലൂരിൽ 2 ദിവസം വരുന്നുണ്ട്. ട്യൂസ്ഡേയും ചൊവ്വാഴ്ചയും ഫ്രൈഡേ വെള്ളിയാഴ്ച ദിവസങ്ങളിലും. റുമറ്റോളജി വിഭാഗം എന്ന് പറയുന്നത് ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്നൊരു വിഭാഗമാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി അതിന് തകരാറുണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ അത് ഒരു 150-ലേറെ രോഗങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധാരണമായി കാണുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്നത്. അതുകൂടാതെ സ്പോണ്ടിലോ ആർത്രൈറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളുണ്ട്. പിന്നെ വരുന്നത് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് എന്ന് പറഞ്ഞ ലൂപ്പസ് അഥവാ SLE എന്ന് പറയുന്ന രോഗം, സ്ക്ലീറോഡെർമ, മയോസൈറ്റിസ്, വാസ്കുലൈറ്റിസ്. പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ആർത്രൈറ്റിസ് ഗണത്തിൽ വരുന്ന ഗൗട്ട്, യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അത് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അതിൽ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സന്ധി വേദനയാണ്. സന്ധി എന്ന് പറയുന്ന 2 എല്ലുകൾ കൂടിച്ചേരുന്ന ഒരു ഭാഗത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. അവിടെ വരുന്ന നീർക്കെട്ട്, അതിലുണ്ടാകുന്ന വേദന, രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മുറുകിപ്പിടുത്തം, അതായിരിക്കും ഏറ്റവും സാധാരണമായി കാണുന്ന ലക്ഷണം. ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം വളരെയധികം കൂടുകയാണ്. ഏറ്റവും അധികം എല്ലാവരും ഭയപ്പെടുന്ന ഒരു അസുഖമാണ്. കിഴക്കൻ മലയോര മേഖലയിൽ ക്യാൻസർ സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് ട്രീറ്റ്മെൻറ്റ്. ഈവൻറ്റോ നമുക്ക് നമ്മുടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലൊരു ഓങ്കോളജി OP ഒക്കെ റൺ ചെയ്യുവാണെങ്കിൽ പോലും മിക്ക രോഗികളും ആവശ്യങ്ങൾക്ക് റീജിയണൽ ക്യാൻസർ സെൻ്ററിനെ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സമീപിക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഇവിടെ നമുക്ക് എല്ലാത്തരം ക്യാൻസറും ഇൻക്ലൂഡിങ് ബ്ലഡ് ക്യാൻസർ അടക്കമുള്ള രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരളത്തിന്റെ IT കയറ്റുമതി കുതിച്ചുയരുന്നത് സർക്കാരിന്റെ നൂതന സാങ്കേതിക വിദ്യ പ്രോത്സാഹന നയം കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊട്ടാരക്കര IT പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 1 ഏക്കർ ഭൂമിയിൽ 80 കോടി രൂപ ചെലവിൽ 8 നിലകളിലായാണ് IT പാർക്ക് നിർമ്മിക്കുന്നത്. 1200-ലധികം പേർക്ക് തൊഴിലെടുക്കാൻ അവസരമൊരുക്കുന്ന സംവിധാനം രവിനഗറിലെ KIP ഭൂമിയിലാണ് സ്ഥാപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഴ്സിംഗ് കോളേജ്, സംസ്ഥാനത്തെ ആദ്യ ഡ്രോൺ പാർക്ക്, സയൻസ് മ്യൂസിയം, പ്ലാനറ്റേറിയം, ആധുനിക സ്റ്റേഡിയം, കേരള യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ഉൾപ്പെടെ കൊട്ടാരക്കര വികസനത്തിന്റെ പാതയിലാണ്. IT വ്യവസായം വളരുന്നതിനുള്ള മേഖലയിലെ സാധ്യത തുടർന്നും ഉപയോഗപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര IT പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 7500-ആയി വർദ്ധിച്ചു. ദേശീയപാത, വിമാനത്താവളം, തുറമുഖം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെല്ലാം കേരളത്തിലെ IT നിക്ഷേപകരുടെ വർധനവിന് ഘടകങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2022-23 ബജറ്റിൽ IT രംഗത്തെ വലിയ തിരിച്ചടിയാക്കുന്ന തരത്തിൽ തുക മാറ്റിവെച്ചു. 1000 കോടി രൂപയാണ് മാറ്റിവെച്ചു. ദേശീയപാത 66 സമാന്തരമായി 4 IT ഇടനാഴികൾ സ്ഥാപിക്കാൻ ആ ബജറ്റിൽ തന്നെ. അതോടൊപ്പം നേരത്തെ ധനമന്ത്രി പ്രസ്താവിച്ചതുപോലെ കൊല്ലം കണ്ണൂർ ഈ 2 സ്ഥലങ്ങളിലും IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുണ്ട്. ഇവരാണ് 1000 കോടി രൂപ മാറ്റിവെച്ചത്. അതിന്റെ ഭാഗമായ പാർക്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് വന്ന കാലതാമസത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. 10 മാസത്തിനുള്ളിൽ IT പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും 15.5 കോടി രൂപയ്ക്ക് കൊട്ടാരക്കര നഗരസഭ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും
ബാലഗോപാൽ പറഞ്ഞു. കൂടുതൽ ഇത്തരം സൗകര്യങ്ങൾ വരാൻ കൊട്ടാരക്കര സാധ്യതയുണ്ട്. കൊട്ടാരക്കരയുടെ പ്രാധാന്യം 4 വശത്തേക്കും പോകാൻ റോഡുകൾ, 4 വശത്ത് ധാരാളം ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്നുള്ള പരിമിതിയില്ല. റെയിൽവേ സൗകര്യമുണ്ട്. റോഡ് ഗേജുകൾ വന്നതോടുകൂടി എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള റോഡ് ഗേജ് ലൈന്, NH ഉണ്ട്. കൊല്ലത്തേക്ക് പോകാനുള്ള പോർട്ടിന്റെ സൗകര്യമുണ്ട്, NH ഉണ്ട്, എയർപോർട്ടുണ്ട്. കാരണം 1.5 മണിക്കൂർ മതി ഇവിടുന്ന് നമ്മുടെ തുറമുഖത്തെത്താൻ. 1.5 മണിക്കൂർ മതി എയർപോർട്ടിലെത്താന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബാംഗ്ലൂർ നഗരത്തിലെ ഒരു IT ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് എയർപോർട്ടിൽ എത്താൻ 2 മണിക്കൂർ വേണ്ടി ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടുന്ന് 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്താവുന്ന അത്ര തരത്തിലുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയെല്ലാം സൗകര്യമുള്ള, നല്ലപോലെ വർക്ക് ചെയ്യാൻ ശേഷിയുള്ള ആളുകളെ കിട്ടുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ കൊട്ടാരക്കരയിൽ വളരെ വലിയ സാധ്യതയാണുള്ളത്. വിഴിഞ്ഞംകൂടി വന്ന പശ്ചാത്തലത്തിൽ ആ സാധ്യത വർദ്ധിക്കുകയാണ്. IT പാർക്ക് നിർമ്മിക്കുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും മന്ത്രി സന്ദർശിച്ചു. KIIDCCEO S തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ, വൈസ് ചെയർപേഴ്സൺ A ഷാജു, കൗൺസിലർ V ഫിലിപ്പ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ G സരസ്വതി, അഡ്വക്കേറ്റ് V സുമലാൽ, KS ശിവകുമാർ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിന്ദു, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, IT വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് KSU മാർച്ച്. പത്തനാപുരം KSRTC ഡിപ്പോയ്ക്ക് സമീപം ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മന്ത്രിയുടെ പത്തനാപുരത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. പത്തനാപുരം KSRTC ഡിപ്പോയ്ക്ക് സമീപം ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. അവന്റെ നമ്പർ ഞങ്ങൾക്കറിയാം. ബാരിക്കേഡ് മറികടന്ന KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ ഉൾപ്പെടെ 12ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KB ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ വെളിപ്പെടുത്തൽ അതീവ ഗുരുതരവും സാംസ്കാരിക കേരളത്തിനും ഇടതുപക്ഷ സർക്കാരിനും അപമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് നിന്ന് അയച്ച ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ കേരളത്തിനകത്ത് ഒരു ജനപ്രതിനിധിക്കെതിരെ കേസെടുത്തൊരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർക്കാർ പറഞ്ഞത് എന്താ? ഞങ്ങൾ അതിനെ വളരെ ശക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ കേസിൽ അത്തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല? മന്ത്രിക്കെതിരെയുള്ള കേസെടുക്കേണ്ടത്, പ്രദീപിനെതിരെയുള്ള കേസെടുക്കേണ്ടത്, ശാന്തനെതിരെയുള്ള കേസെടുക്കേണ്ടത്, മനോജിനെതിരെയുള്ള കേസെടുക്കേണ്ടത്. പ്രദീപനും ശാന്തനും മനോജിനുമെതിരെ കേസെടുത്താൽ നേരത്തെ മന്ത്രിയുടെ ഭാര്യ പറഞ്ഞ ആ ചിത്രങ്ങൾ വേണ്ടി വന്നാൽ ഒരുപക്ഷെ ഈ സ്റ്റാഫ് പോലും പുറത്തുവിടുമെന്നുള്ള ഭയം കൊണ്ടാണോ അവർക്കെതിരെ കേസെടുക്കാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇന്ന് മന്ത്രി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. തിരുവനന്തപുരത്ത് പോയി ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾക്ക് വിധേയനായ ഒരു മന്ത്രിയെ കൂടെയിരുത്തി ആ ക്യാബിനറ്റ് യോഗത്തിലിരുന്ന് മീറ്റിംഗ് കൂടാൻ വേണ്ടി സാധിക്കുന്നത്? എന്നിട്ട് ആ ക്യാബിനറ്റിലിരുന്ന് ആ കേരളം സ്ത്രീ സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ, യദുകൃഷ്ണൻ, പവിജ പത്മൻ, ചൈത്രാടി തമ്പാൻ, അനീഷ് ഖാൻ, അജു ജോർജ്, ശിവകുമാർ, രതീഷ് കുറ്റിയിൽ, സൂര്യനാഥ്, പ്രിയങ്ക ഫിലിപ്പ, സൈജു വർഗീസ്, അനീഷ് വർഗീസ്, അജിത് ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 12 റെയിൽവേ മേൽപ്പാലത്തിന്റെയും ഒരു അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു. 24 മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതുവരെ 2028 കോടി രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരവിപുരം, മയ്യനാട്, SN കോളേജ് ജംഗ്ഷൻ, കല്ലുംതാഴം, കൂട്ടിക്കട, പോളയത്തോട് തുടങ്ങി 6 മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 244 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മയ്യനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ശേഷിക്കുന്നവ സമയബന്ധിതമായി പൂർത്തീകരിക്കും. മുണ്ടക്കൽ കച്ചിക്കടവിൽ 30 കോടി രൂപ വിനിയോഗിച്ചാണ് പാലമൊരുക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 32 കോടി രൂപ കിഫ്ബി മുഖേന അനുവദിച്ചു. 10 മീറ്റർ വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റെയിൽവേ മേൽപ്പാലത്തിൽ 14 സ്റ്റാൻഡുകളാണുള്ളത്. ഓരോന്നും പുരോഗമിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളം വാഹന സാധ്യത ഏറ്റവും കൂടിയ നാടാണ്. യാത്രക്കിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി അറിയാത്തുള്ള റെയിൽവേ ക്രോസുകളാണ്. പീരങ്കി മൈതാനത്ത് ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മുണ്ടക്കരയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ഇതിനായി 45 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 367 കോടി രൂപയുടെ പദ്ധതികളാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിന് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷകരം അറിയിക്കുകയാണ്. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. നമ്മുടെയൊക്കെ ഒരുപാട് കാലഘട്ടത്തിലെ ഒരു ആവശ്യമായി, ഇവിടുത്തെ ജനങ്ങളുടെ ഒരുപാട് കാലഘട്ടത്തിലെ ഒരു ആവശ്യമായിരുന്നു ഒരു മേൽപ്പാലം. നമ്മൾ പലപ്പോഴും ഇവിടെ പള്ളിമുക്ക് അടച്ചിടുമ്പോഴും ഇത്രയും വലിയ ട്രാഫിക് ഉണ്ടാകുമ്പോഴും നമ്മൾ ഒന്നിൽ കോളേജ് ജംഗ്ഷൻ, അല്ലെങ്കിൽ പോളയത്തോട്, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജംഗ്ഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നമ്മൾ ഇതിനകത്ത് കയറുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ എസ്റ്റിമേറ്റും AS-ഉം TS-ഉം ഒക്കെ കിട്ടിയത് നമുക്കറിയാം ഈ ഗവൺമെന്റ്, രണ്ടാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 2021 ശേഷമാണ് നമുക്കറിയാം ഇതിന്റെ ബാക്കിയുള്ള നടപടികൾ മുഴുവൻ പൂർത്തീകരിച്ച് കരാർ ഒപ്പിട്ടതും അത് കോൺട്രാക്ടർ അതിന്റെ ഡിസൈനിങ്ങും ഡ്രോയിങ്ങും ഒക്കെ സമർപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ കടം നമുക്കറിയാം, ഇങ്ങനെ അതിനൊരു പരിധി നിശ്ചയിക്കുവാൻ മുന്നോട്ട് വന്നപ്പോഴും ഈ കേരളത്തിലെ ഗവൺമെന്റ് തനത് ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കിഫ്ബി ഫണ്ട് കൂടുതൽ നമുക്ക് കേരളത്തിൽ ഉപയോഗിച്ച് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കുവാൻ. ഞാൻ MLA ആയി വന്നതിന് ശേഷം അവതരിപ്പിച്ച ഫസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ ഇരവിപുരം മേൽപ്പാലത്തിന് തുക വകയിരുത്തി. തുടർന്ന് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച കിഫ്ബി പദ്ധതി, ആ കിഫ്ബി പദ്ധതിയിലെ 1ാം ഘട്ടത്തിൽ തന്നെ ഈ പദ്ധതിക്കായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു. 4-4 അപ്പുറവും ഇപ്പുറവും 4-4-8 അത് റെയിൽവേ ആയിരുന്നു ഇതിന് ചെയ്തത്. അതേസമയം വയനാട് നമ്മൾ ചെയ്യാൻ മുമ്പാണ് അത് പൂർത്തീകരിച്ച് നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ അത് പൂർത്തീകരിക്കാൻ നേരത്തെ തീർക്കാൻ വേണ്ടിയുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്നും 31.46 കോടി രൂപ വിനിയോഗിച്ചാണ് ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. 416 മീറ്റർ നീളത്തിലും 2 വരി ഗതാഗതം സാധ്യമാക്കുന്നതിനായി 7.5 മീറ്റർ കാരിയേജ് വേയും ഒരു വശത്ത് 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയാണുള്ളത്. പള്ളിമുക്ക് ഭാഗത്ത് 65.68 മീറ്റർ നീളത്തിലും ഇരവിപുരത്ത് 85.69 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ചു. 748 മീറ്റർ നീളത്തിൽ മേൽപ്പാലത്തിനു താഴെ ഇരുവശങ്ങളിലുമായി 3.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും 664 മീറ്റർ നീളത്തിൽ ഡ്രൈനേജിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. നൌഷാദ് MLA, മേയർ AK ഹഫീസ്, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ SJ മോഹൻ, കോർപ്പറേഷൻ കൗൺസിലർമാരായ ലക്ഷ്മി ഷാജി, നിഷ സന്തോഷ്, മാജിദ വഹാബ, RBDCK അസിസ്റ്റന്റ് ജനറൽ മാനേജർ S ഷാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ മുൻ മേൽശാന്തി അറസ്റ്റിൽ. കൊട്ടാരക്കര വെട്ടിക്കവൽ സ്വദേശി സജിത്ത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. കൊല്ലം അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സജിത്ത് നമ്പൂതിരി വഞ്ചികൾ കുത്തി തുറന്ന് മോഷണം നടത്തിയത്. ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്ത ശേഷം അതേ ക്ഷേത്രത്തിൽ പിന്നീട് കവർച്ച നടത്തിയ കേസിലാണ് മേൽശാന്തി അറസ്റ്റിലായത്. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത്ത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. കൊല്ലം അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സജിത്ത് നമ്പൂതിരി മോഷണം നടത്തിയത്. വഞ്ചികൾ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. 2 മാസത്തിന് മുന്നേ രാത്രി ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി 11:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന 2 കാണിക്ക വഞ്ചികൾ മോഷ്ടിക്കുകയും കൂടാതെ താഴെ ദേവീക്ഷേത്രത്തിലുണ്ടായിരുന്ന ശ്രീകോലിനുള്ളിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചി ശ്രീകോൽ തുറന്ന് കാണിക്ക വഞ്ചി പുറത്തെടുത്ത് അത് അപഹരിക്കാൻ ശ്രമിക്കവേ പരിസരത്തുണ്ടായിരുന്ന ഞങ്ങൾ കുറച്ച് പേർ പട്ടികളുടെ കുടകേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതുപോലെ അകാരണമായി ഒരു സ്റ്റീൽ വഞ്ചി താഴെ ഇരിക്കുന്നത് കണ്ട്
ടോർച്ചിൻ്റെ വെട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് കണ്ട് ഞങ്ങൾ പരിസരക്കാരെ എല്ലാം കൂടെ വിളിച്ചുണർത്തി കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് വന്ന് പരിശോധിച്ചപ്പോൾ ഇതുപോലെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതായി കാണുകയും ഞങ്ങൾ പരിസരമെല്ലാം അരിച്ചു പറിക്കുകയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രി അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് രാത്രി മൊത്തം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ മറ്റ് കാണിക്ക വഞ്ചികളെല്ലാം അപഹരിക്കാൻ ശ്രമിക്കുന്നതായി ഒക്കെ കാണുകയും അപ്പോൾ തന്നെ പോലീസുകാർ രാത്രി തന്നെ എത്തി പരിസരവും എല്ലാം അരിച്ചു പറിക്കുകയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ 2015 കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന സജിത് നമ്പൂതിരി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിൽ രാത്രി സമയം എത്തി ക്ഷേത്രത്തിലെ 2 വഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. സജിത് നമ്പൂതിരി ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് അഞ്ചൽ ക്രൈം SI രാജശേഖരന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. സമാന കേസിൽ കൊട്ടാരക്കര പോലീസാണ് സജിത് നമ്പൂതിരിയെ അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മോഷണം നടത്തിയത് താനാണെന്ന് സജിത് നമ്പൂതിരി പോലീസിനോട് കുറ്റം സമ്മതിച്ചത്. തുടർന്ന് അഞ്ചൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടാണ് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി MM സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി കിട്ടാത്ത പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വന്തം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ മാറുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നിയമ സംരക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് സ്ത്രീകൾക്ക്. സ്ത്രീ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാർ, ഇതെല്ലാം കണ്ട് മൗനീഭാവയായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഈ മന്ത്രിസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മിസ്റ്റർ വിജയൻ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ തുറന്നു പോകാമെന്ന്, ഈ തരത്തിൽ തുറന്നു പോകാമെന്ന് ധരിച്ചാൽ അത് തെറ്റാണ്. തുഗ്ലക് ഭരണ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിശക്തമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തെരുവുകളിൽ നിങ്ങളെയും KB ഗണേഷ് കുമാറിനെയും നേരിടും എന്നീ അവസരത്തിൽ സൂചിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് അലി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യം. മന്ത്രിയുടെ വീട്ടിലേക്ക് BJP മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ UDF നടത്തിയ മാർച്ചിൽ സംഘർഷം. PPP പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു മാർച്ച്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം. പത്തനാപുരത്തെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും മാർച്ച്. മാർച്ചിൽ സംഘർഷം. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക്. കൊല്ലത്ത് മന്ത്രിയുടെ കോലം കത്തിച്ചു. ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 12 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ഒരു അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.